welcome to my channel. So last class we have discussed about which theory that we have discussed about valence bond theory. So today we are going with a new theory. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു VBT എടുക്കുമ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് വെച്ച് two important theories we are going to learn. ഇത് ഏതിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സിനെ ബേസ് ചെയ്തിട്ടാണ്. ഏതൊക്കെ രണ്ട് തിയറി? വാലൻസ് ബോണ്ട് തിയറി, മോളിക്കുലർ ഓർബിറ്റൽ തിയറി. വാലൻസ് ബോണ്ട് തിയറി തെറു ആയെന്ന് വിചാരിക്കുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് MOT. നിങ്ങളുടെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ നിങ്ങൾക്ക് കാണാം MOT, അതായത് മോളിക്കുലർ ഓർബിറ്റൽ തിയറീൻ്റെ കോൺസെപ്റ്റ് വെച്ചിട്ട് 3 to 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇനി അത് 4 മാർക്കിന് ചോദിച്ചില്ലെങ്കിലും ഈ ക്വസ്റ്റ്യൻ്റെ സബ് ഡിവിഷൻസ് ഉണ്ടാവുമല്ലോ, അതിൽ 2 മാർക്കും 2 മാർക്ക് 1 മാർക്ക് അങ്ങനെയൊക്കെ ഇതിൽ ചോദിക്കാൻ പറ്റിയ ഒരു ഏരിയയാണ് മോളിക്കുലർ ഓർബിറ്റൽ തിയറി. അപ്പോൾ നന്നായി ശ്രദ്ധിച്ചോളൂ. ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്നറിയോ? നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വായിച്ചു നോക്കണം. ടെക്സ്റ്റ് ബുക്ക് കണ്ടാൽ നമുക്ക് അയ്യോ ഇത്രയൊക്കെ പഠിക്കാനുണ്ടോ എന്ന് വിചാരിക്കും. പക്ഷേ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്ക് വായിച്ചോ, നിങ്ങൾക്ക് തറോ ആവും കേട്ടോ. അപ്പോൾ നന്നായി ശ്രദ്ധിച്ചോളൂ. പിന്നെ ഞാൻ ഫോളോ ചെയ്തിട്ട് NCERT ടെക്സ്റ്റ് ബുക്കാണ്, അത് മാത്രമാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ ബി ഈസി ഫോർ ബോത്ത് CBSE സ്റ്റുഡൻസ് ആൻഡ് ഫോർ സ്റ്റേറ്റ് സിലബസ് സ്റ്റുഡൻസ്. വേറെ ഒരു ടെക്സ്റ്റും അല്ല ഫോളോ ചെയ്യുന്നത്, NCERTൻ്റെ ടോപ്പിക് വൈസ് തന്നെയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മോളിക്കുലർ ഓർബിറ്റൽ തിയറി. ഈ തിയറി പ്രപ്പോസ് ചെയ്ത് ഓൾമോസ്റ്റ് 20th സെഞ്ച്വറിയിലാണ്. വാലൻസ് ബോണ്ട് തിയറി കഴിഞ്ഞിട്ടാണ് ഈ ഒരു തിയറി വരുന്നത്. ഇറ്റ് വാസ് പ്രപ്പോസ്ഡ് ബൈ ഹണ്ട് ആൻഡ് RS മുള്ളിക്കൻ. ഇങ്ങനെ രണ്ട് പേരല്ല, കുറേ ആൾക്കാർ ഇത് എക്സ്റ്റെൻഡ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ബട്ട് മെയിൻലി വി ആർ ടെല്ലിംഗ് ദ മെയിൻ നെയിം ഓഫ് 2 persons who have suggested this molecular orbital theory was മുള്ളിക്കൻ ആൻഡ് ഹണ്ട്. ഇവർ രണ്ടാളെയാണ് നമ്മളിപ്പോൾ പറയുന്നത് കേട്ടോ. അപ്പം എന്തിനാ അപ്പം ഞാൻ ക്ലാസ് എടുക്കുമ്പം ചിലർ അതിൽ 1-2 കമൻറ്റ്സ് ഞാൻ കണ്ടതെന്ന് വെച്ചാൽ അയ്യോ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. ഞാൻ ഒരിക്കലും ബൈ ഹാർട്ട് പഠിക്കാൻ വേണ്ടി ക്ലാസ് എടുക്കുന്നില്ല, കാര്യങ്ങൾ മനസ്സിലാക്കി പോകാൻ വേണ്ടിയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ എക്സാം ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ എക്സാം വ്യൂ ഓഫ് പോയിന്റിൽ ഒട്ടാകെ എല്ലാം കൂടെ എടുത്ത് പറഞ്ഞു തരും. ബട്ട് ഒരു ക്ലാസ് എടുക്കുമ്പം അതിൻ്റെ തിയറിയും ബേസ് അടക്കം വെച്ച് പറയുമ്പോഴല്ലേ നിങ്ങൾക്ക് എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ അതിൽ എന്തിനുള്ളതാണ് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. ഈ ബൈ ഹാർട്ട് ചെയ്ത് പോയിട്ട് എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ എല്ലാം കൂടെ കണക്ട് ചെയ്തൊന്നും വരത്തില്ല. അതുകൊണ്ടാണ് ഓരോ ടോപ്പിക് എടുക്കുമ്പോൾ അതിൻ്റെ ഇൻട്രോ ഒക്കെ വെച്ചിട്ട് പറയുന്നത് കേട്ടോ. 1-2 കമൻസാണ് അങ്ങനെ കണ്ടിരിക്കുന്നത്, അയ്യോ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഇതുകൊണ്ടാണ്, ടൈം എടുത്ത് പഠിക്കേണ്ട സംഗതികളാണ് ഇതൊക്കെ. അപ്പം എന്താണ് മോളിക്കുലർ ഓർബിറ്റൽ തിയറി അല്ലേ? മോളിക്യൂളിൻ്റെ ഓർബിറ്റലിനെ വെച്ചിട്ടാണ് ഇത്രയും വലിയൊരു ലെസൺ നമ്മൾ പഠിച്ചിട്ട് ഇന്നേ വരെ മോളിക്യുലാർ ഓർബിറ്റൽ എന്നൊരു വേർഡ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് ഇല്ല. നമ്മൾ എപ്പോഴും യൂസ് ചെയ്ത വേർഡ് ഏതാണ്? ആറ്റോമിക് ഓർബിറ്റൽ അല്ലേ? ആറ്റമിൻ്റെ ഓർബിറ്റൽ, ഇത് മാത്രമായിരുന്നു നമ്മൾ പറഞ്ഞത്. നമ്മൾ ഇത്രയും കാര്യം കൺസിഡർ ചെയ്ത മോളിക്കുലർ ഓർബിറ്റലിനെ പറഞ്ഞിട്ടേ ഇല്ല. അതാണ് ഈ ഒരു തിയറിൻ്റെ ഏറ്റവും പ്ലസ് പോയിന്റ്. It was mainly to explain about the molecular orbital. അപ്പോൾ നമുക്കറിയാം ഓർബിറ്റൽ എന്താണ്? ഓർബിറ്റൽ ഈസ് ദി സ്പേസ് ഓർ ദ പ്രോബബിലിറ്റി, ദ സ്പേസ് അറൗണ്ട് ദി ന്യൂക്ലിയസ് വേർ ദർ ഈസ് എ പ്രോബബിലിറ്റി ഓഫ് സീയിങ് ദ ഇലക്ട്രോൺ. ഇലക്ട്രോണിനെ കാണാനുള്ള ഒരു പ്രോബബിൾ ആയിട്ടുള്ള ഒരു റീജിയനെയാണ് നമ്മൾ ഓർബിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ആറ്റത്തിൻ്റെ ചുറ്റും അങ്ങനെ പല ഓർബിറ്റൽസ് ഉണ്ട്, അതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് അല്ലേ? ആ ഓർബിറ്റൽസിനൊക്കെ പല ഓറിയൻറ്റേഷനാണ്. അപ്പോൾ നിങ്ങനെ ചിന്തിക്കുക, ഒരു ആറ്റം ഉണ്ട്, അതിന് പല ഓറിയൻറ്റേഷനിൽ ഇങ്ങനെ സ്പേസിലുണ്ട്, അവിടെയായിരിക്കും ഇലക്ട്രോൺസിനെ കാണാനുള്ള മാക്സിമം പ്രോബബിലിറ്റി. ആ ഏരിയയാണ് നമ്മൾ ഓർബിറ്റൽ എന്ന് പറയുന്നത്. അങ്ങനെ ആറ്റത്തിന് ഓർബിറ്റൽ ഉണ്ട്, നിങ്ങൾക്കറിയാം. ഓരോ ഓർബിറ്റൽ എത്ര ഇലക്ട്രോൺ. ഇപ്പം ഞാൻ നിങ്ങൾക്ക് 8 ഓക്സിജൻ തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ ഐഡിയ കിട്ടും? ആറ്റോമിക് നമ്പർ ഓഫ് ഓക്സിജൻ 8 ആണ്. അതിൻ്റെ ഓർബിറ്റലിൽ നമുക്കറിയാം 1s2 2s2 2p 5 6 7 2p4 ആണ്. ഇതിൻ്റെ എത്ര ഓർബിറ്റൽസ് ഉണ്ട് നമുക്കറിയാം. S ഓർബിറ്റൽ ഉണ്ട്, അതായത് ഫസ്റ്റിൽ 1s ഓർബിറ്റൽ ഉണ്ട്, 2s ഓർബിറ്റൽ ഉണ്ട്, 2p ഓർബിറ്റൽ ഉണ്ട്. ഈ 2p തന്നെ നമുക്കറിയാം px py pz, ഇതൊക്കെ നമുക്ക് ഈ ഒരൊറ്റ കാര്യം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും കാര്യം ഐഡിയ കിട്ടും. ഇനിയിപ്പോൾ ഞാൻ നിങ്ങളോട് N2 എന്ന് പറഞ്ഞൊരു മോളിക്യൂളിനെ പറയാണ്. നിങ്ങൾക്കിത് കണ്ടു കഴിഞ്ഞാൽ എന്ത് പറയാൻ പറ്റും? 2 നൈട്രജൻ ആറ്റം കമ്പൈൻ ചെയ്തൊരു മോളിക്യൂളിനെ കിട്ടി. നിങ്ങൾക്ക് ഇതിൽ എവിടേക്ക് എങ്ങനെയൊക്കെ ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നമ്മൾ പഠിച്ചിട്ടില്ല. സോ ദിസ് തിയറി, ദ മോളിക്കുലർ ഓർബിറ്റൽ തിയറി, വാസ് അബൌട്ട് ടു എക്സ്പ്ലെയിൻ ദ ഇലക്ട്രോണിക് ഡിസ്ട്രിബ്യൂഷൻ ഇൻ എ മോളിക്യൂൾ. ഇതാണ് ഈ ഒരു തിയറിൻ്റെ ബേസിക് ഐഡിയ. ദിസ് ഇസ് ഗിവിങ് എൻ ഐഡിയ അബൌട്ട് ദ ഇലക്ട്രോണിക് ഡിസ്ട്രിബ്യൂഷൻ ഇൻ എ മോളിക്യൂൾ. അതായത് ആറ്റം കമ്പൈൻ ചെയ്തു മോളിക്യൂളായി, അപ്പോൾ കുറേ ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, അവരെവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അത് നമ്മൾ പറയാൻ പോവാണ്. ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എൻ electron in a molecule was well explained using the theory molecular orbital theory.
അങ്ങനെ നമുക്ക് ഇലക്ട്രോണിക് ഡിസ്ട്രിബ്യൂഷൻ കിട്ടിക്കഴിഞ്ഞ് ഒരു മോളിക്യൂളിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഷേപ്പ്, പിന്നെ അതിൻ്റെ കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. നമ്മൾ ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുന്നുണ്ട്. ബോണ്ട് ഓർഡർ, മാഗ്നറ്റിക് നേച്ചർ ഓഫ് എ മോളിക്യൂൾ, ഇതൊക്കെ നമുക്ക് എവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? ഈ മോളിക്യൂളിൻ്റെ ഇലക്ട്രോണിക് ഡിസ്ട്രിബ്യൂഷൻ, ആറ്റത്തിൻ്റെ ഇലക്ട്രോണിക് ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്കറിയാം, ഏതൊക്കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ. അതേപോലെ മോളിക്യൂളിനും ഓർബിറ്റൽസ് ഉണ്ട്. ആ ഒരു കോൺസെപ്റ്റാണ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയിൽ പറയുന്നത്. അപ്പം ഓരോ പോസ്റ്റ്ലേറ്റ്സ് ശ്രദ്ധിച്ചോളൂ. ആ പോസ്റ്റ്ലേറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് ഓരോന്ന് പറഞ്ഞിട്ട് പിന്നെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തോളൂ. അപ്പം ഇതേ പോസ്റ്റ്ലേറ്റ് ആണ് ടെക്സ്റ്റിലുള്ളത്, ഇങ്ങനെ തന്നെ പഠിച്ചോളൂ. Atomic orbital. നമുക്കറിയാം how a molecule is formed. A molecule is formed by the combination of atoms. അല്ലേ, 2, 3, 4, 5 എത്ര കുറേ ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു മോളിക്യൂൾ ഉണ്ടാവുന്നത്. അപ്പോൾ atomic orbitals of comparable energy and proper symmetry combine to form molecular orbital. അപ്പം നമ്മൾ എന്താ പറയുന്നത്? പോസ്റ്റ്ലേറ്റ്സ് ഓഫ് മോളിക്കുലർ ഓർബിറ്റൽ തിയറി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ മോളിക്കുലർ ഓർബിറ്റൽ എങ്ങനെയാണ് ഉണ്ടാവുന്നത് നമ്മൾ ആദ്യം പറയണം. എങ്ങനെയാണ് ഉണ്ടാവുന്നത്? വെറുതെ ഏതെങ്കിലും ആറ്റോമിക് ഓർബിറ്റൽ അല്ല. ആറ്റോമിക് ഓർബിറ്റൽസ് ഓഫ് കമ്പാരബിൾ എനർജി ആൻഡ് പ്രോപ്പർ സിമെട്രി, കമ്പാരബിൾ ആയിട്ടുള്ള ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള എനർജിയും പ്രോപ്പർ സിമെട്രിയും ഉള്ളത് കമ്പൈൻ ചെയ്യും. 2 ആറ്റങ്ങൾ വരികയാണ് എ ബി എന്ന് പറഞ്ഞ്. അപ്പോൾ അവിടെ എങ്ങനെ ഉണ്ടാവും? ഈ എൻ്റെയും ബിൻ്റെയും കയ്യിൽ എന്തുണ്ടാവും? ആറ്റോമിക് ഓർബിറ്റൽസ് ഉണ്ടാവും. എല്ലാ ആറ്റോമിക് ഓർബിറ്റൽസും കൂടെ ചാടിക്കറി മിക്സ് ആവില്ല. എന്ത് പറ്റും? ഓഫ് കമ്പാരബിൾ എനർജി ആൻഡ് പ്രോപ്പർ സിമെട്രി. നമുക്ക് ഓരോ ഓർബിറ്റൽസിൻ്റെയും സിമെട്രി അറിയാം അല്ലേ? എസ് ഇങ്ങനെയാണ്, പീന് ഇങ്ങനെയുണ്ട്, ഡി നമ്മൾക്കറിയാം. അങ്ങനെ ഓരോ മോളിക്യൂളിനും ഓരോ സിമെട്രി ഉണ്ട്. ആ സിമെട്രിയും പ്രോപ്പർ സിമെട്രിയും എനർജിയും ഒക്കെ ഈക്വലൻ്റ് ആയിട്ടുള്ള ആറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തിട്ട് മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ടാവും. ഫസ്റ്റ് പോയിന്റ് കിട്ടിയല്ലോ. ഇനി ഇലക്ട്രോൺ ഇൻ മോളിക്യൂൾ ഈസ് പ്രസൻറ്റ് ഇൻ ദ വേരിയസ് മോളിക്കുലർ ഓർബിറ്റൽ. അപ്പം ആറ്റംസ് കമ്പൈൻ ചെയ്ത് മോളിക്യൂൾ ഉണ്ടായി, മോളിക്യൂൾ ഇലക്ട്രോൺ ഉണ്ടാവും. ഇലക്ട്രോൺ എവിടെയാണ് ഉണ്ടാവുക? ദ ഇലക്ട്രോൺസ് ഇൻ എ മോളിക്യൂൾ ഇസ് പ്രസൻറ്റ് ഇൻ വേരിയസ് മോളിക്കുലർ ഓർബിറ്റൽ. അപ്പോൾ കണ്ടോ, ആറ്റോമിക് ഓർബിറ്റൽ ഉള്ളതുപോലെ മോളിക്യൂളിന് ഓർബിറ്റൽ ഉണ്ട്. ആ ഓർബിറ്റലിലാണ് ഇലക്ട്രോൺസ് പ്രസൻറ്റ് ചെയ്തിരിക്കുക. ഇനി ആറ്റോമിക് ഓർബിറ്റൽസ് ആർ മോണോസെൻട്രിക് വൈൽ മോളിക്കുലാർ ഓർബിറ്റൽ ആർ പോളിസെൻട്രിക്. ഇത് ഒന്നെങ്കിൽ പോസ്റ്റുലേറ്റിൽ നിങ്ങൾ പഠിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, explain why atomic orbitals are monocentric or and molecular orbitals are polycentric. എന്താണെന്നുള്ളത് അല്ലേ? ആറ്റം, ഒരു ആറ്റം എന്ന് പറഞ്ഞാൽ ഓക്സിജൻ, അതിന് ഒരൊറ്റ ന്യൂക്ലിയസ് അല്ലേ ഉണ്ടാവുള്ളൂ. എത്ര ഷെല്ല് ഉണ്ടായിക്കോട്ടെ, അതിനൊറ്റ ന്യൂക്ലിയസ് അല്ലേ ഉണ്ടാവുള്ളൂ. ദാറ്റ് ഇസ് ദ വൺ ന്യൂക്ലിയസ് ഓഫ് എൻ ഓക്സിജൻ ആറ്റം. ദാറ്റ് ഈസ് വൈ വി ആർ ടെല്ലിങ് ആറ്റത്തിൻ്റെ ഓർബിറ്റൽ എന്ന് പറയുന്നത് മോണോസെൻട്രിക്, ഒറ്റ സെൻറ്ററേ ഉണ്ടാവുള്ളൂ. മോളിക്യൂളിൻ്റെ കേസിലോ CH4, CO2, NO2, ഇവിടെ എത്ര സെൻറ്റേഴ്സ് ഉണ്ടാവും? കാർബണിന് ഒരു ന്യൂക്ലിയസ്, ഇവിടെ 4 ഹൈഡ്രജൻ ആറ്റം ഉണ്ട് അല്ലേ? ഇവർക്കൊക്കെ ന്യൂക്ലിയസ് ഉണ്ടാവും. ഇനി NO2, നൈട്രജന് ഒരു ന്യൂക്ലിയസ്, 3 ഓക്സിജൻ ആറ്റം വരുന്നുണ്ട്. ഇവർക്കൊക്കെ എന്തുണ്ടാവും? ന്യൂക്ലിയസ് ഉണ്ടാവും. സോ മോളിക്യൂൾ, അതായത് ഈ ആറ്റങ്ങളൊക്കെ കമ്പൈൻ ചെയ്തിട്ട് മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ടായി. ഈ മോളിക്കുലർ ഓർബിറ്റൽ എന്താ പറയുന്നത്? പോളിസെൻട്രിക്ക. പോളി എന്ന് പറഞ്ഞാൽ മോർ ദാൻ 2 അല്ലേ? മോർ ദാൻ 2 ഉള്ളതിനൊക്കെ നമ്മൾ പോളി, കുറേ ഉള്ളത്. പോളിസെൻട്രിക്ക, കുറേ സെൻറ്റേഴ്സ് ഉണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ആറ്റോമിക് ഓർബിറ്റൽസ് ആർ, വൈ വി ആർ ടെല്ലിംഗ് ആറ്റോമിക് ഓർബിറ്റൽസ് ആർ മോണോസെൻട്രിക് ആൻഡ് molecular orbitals are polycentric. In an atom there is only single nucleus will be there, but in the case of molecules more than one atom will be there, so there will be more than one nucleus. That is why we are telling molecular orbitals are polycentric. Clear ആണല്ലോ? ഇനി number of molecular orbital is equal to number of atomic orbitals combined. അതായത് 2 ആറ്റോമിക് ഓർബിറ്റൽ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ 2 മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ടാവും. അല്ലാതെ അത് മിക്സ് ചെയ്തിട്ട് ഒന്നാവത്തില്ല. 3 ആറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ബി ഗെറ്റിംഗ് 3 ആറ്റോമിക് ഓർബിറ്റൽ. അതാണ് പറയുന്നത് നമ്പർ ഓഫ് മോളിക്കുലർ ഓർബിറ്റൽ വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് ആറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻഡ്. എത്ര ആറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്താൽ അത്രയും മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ടാവും. ഇഫ് 2 ആറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ വി ഗെറ്റ് 2 മോളിക്കുലർ ഓർബിറ്റൽസ്. ഇനി മോളിക്കുലർ ഓർബിറ്റൽ 2 ടൈപ്പ് ഉണ്ട്. മോളിക്കുലർ ഓർബിറ്റൽസ് ആർ ഓഫ് 2 ടൈപ്പ്: ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ആൻഡ് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. നമ്മൾ ഷോർട്ട് ഫോമിൽ BMO ആൻഡ് ABMO എഴുതും, പക്ഷെ നിങ്ങൾ എക്സാമിന് ഫുള്ളായിട്ട് തന്നെ എഴുതണം. 2 types of molecular orbitals are the bonding molecular orbital and
ആൻറ്റി ബോണ്ടിങ് ഒക്കെ ഞാൻ പറഞ്ഞു തരും കേട്ടോ. ആദ്യം പോസ്റ്റ്ലേറ്റ്സ് ഒന്ന് ശ്രദ്ധിക്കൂ. അപ്പം ആറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തിട്ട് മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ടായി. അപ്പോൾ പറയണേ ഏതെങ്കിലും ആറ്റോമിക് ഓർബിറ്റലല്ല, ആറ്റോമിക് ഓർബിറ്റൽസ് ഓഫ് പ്രോപ്പർ സിമെട്രി ആൻഡ് കമ്പാരബിൾ എനർജി. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ പറയാം ആ ഇലക്ട്രോൺസ് ഒക്കെ പ്രസൻറ്റ് ചെയ്തത് ഈ മോളിക്കുലർ ഓർബിറ്റലിലാണ്. ആറ്റോമിക് ഓർബിറ്റൽ മോണോസെൻട്രിക് ആണെങ്കിൽ മോളിക്കുലർ ഓർബിറ്റൽസ് പോളിസെൻട്രിക് ആണ്. ഇനി എത്ര ആറ്റോമിക് ഓർബിറ്റൽസ് ഉണ്ടായോ that means that much number of atomic orbitals are combining. ഇനി 2 types of molecular orbitals ഉണ്ട്, bonding molecular orbitalum ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. ഇനി നമ്മൾ 2 ഓർബിറ്റൽസ് പഠിക്കും. ഇവരെ എനർജി കമ്പയർ ചെയ്യുമ്പം എന്തുകൊണ്ടാന്നുള്ള റീസൺ ഞാൻ പറഞ്ഞുതരാം. ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ഹിസ് ഹാവിങ് ലെസ്സർ എനർജി, കുറച്ച് എനർജി ആകുമ്പോൾ മോർ സ്റ്റേബിൾ. അത് പഠിച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ കെമിസ്ട്രിയിൽ ഏറ്റവും വലിയൊരു കോൺസെപ്റ്റാണ് ലെസ് എനർജി മോർ സ്റ്റേബിൾ. അത് നമ്മുടെ കേസും അങ്ങനെ തന്നെ. നമുക്ക് എനർജി കുറവ്, നമ്മൾ അടങ്ങിയിരിക്കും അല്ലേ. നമുക്ക് ചെറിയ കുട്ടികളെ എടുത്താൽ മതി, നല്ല എനർജി ആയിരിക്കും, ഫുൾ ടൈം കളിച്ച് നടക്കും. നമ്മൾ തന്നെ ചിലപ്പോൾ വിചാരിക്കും ഈ കുട്ടികൾക്കൊന്ന് അടങ്ങി ഇരുന്നൂടേന്ന് വിചാരിക്കും. ഞാൻ വിചാരിക്കാറുണ്ട്, എനിക്ക് ഇവിടെ ഉണ്ട് ചെറിയൊരാൾ, അപ്പം അവർക്ക് നല്ല എനർജിയാണ്. നമ്മളാണെങ്കിലോ ഒരു സൈഡിൽ ഒരു മൊബൈലും തന്നിരുന്നാൽ നമ്മൾ അവിടെ ഇരുന്നോളും. അതോടെ നമുക്ക് അങ്ങനെ അത്ര എനർജി ഒന്നുമില്ല, നമ്മൾ സൈഡിൽ ഇരുന്നോളും. അപ്പം ലെസ് എനർജി മോർ സ്റ്റേബിൾ, അനങ്ങാതെ അവിടെ ഇരുന്നോളും. സോ 2 types of മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ട്, ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസും ആൻറ്റി ബോണ്ടിങ്ങും. അപ്പോൾ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് ഹാവിങ് ലെസ് എനർജി ദാൻ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. ദാറ്റ് മീൻസ് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് ആർ മോർ സ്റ്റേബിൾ ദാൻ ദാറ്റ് ഓഫ് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. ഇനി നമുക്കറിയാം ആറ്റോമിക് ഓർബിറ്റൽസിൽ ഫില്ല് ചെയ്യുമ്പം നമുക്ക് കുറേ റൂൾസ് ഉണ്ടായിരുന്നു അല്ലേ. ഏതൊക്കെയായിരുന്നു റൂൾസ്? അതായത് ഓഫ് ബോൻ്റെ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഉണ്ട്, ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. എന്തൊക്കെയായിരുന്നു ഓർമ്മയുണ്ടോ? ഓഫ് ബോ, എനർജിയുള്ള ഓഫ് ബോ എന്താ പറഞ്ഞത്? ആറ്റോമിക് ഓർബിറ്റലിൻ്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. ദ ഇലക്ട്രോൺസ് ആർ ഫിൽഡ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദിയർ എനർജി. അതന്നെയാണ് ഇവിടെ പറയുന്നത്. അതായത് ആറ്റോമിക് ഓർബിറ്റൽ കമ്പൈൻ ചെയ്ത കുറേ മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ടാവും. ഇപ്പോൾ 4, 5, 6 ഒക്കെ മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ടാകുമ്പോൾ എങ്ങനെ ഫില്ല് ചെയ്യണം? ബേസ്ഡ് ഓൺ ദിയർ എനർജി. അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. സെക്കൻഡ് വൺ വന്ന് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഓരോ ഓർബിറ്റലിലും മാക്സിമം 2 ഇലക്ട്രോണേ പറ്റുള്ളൂ. ആ 2 ഇലക്ട്രോൺസിനും എന്തായിരിക്കണം? ദേ ഷുഡ് ഹാവ് ഓപ്പോസിറ്റ് സ്പിൻ. അതന്നെയാണ് ഇവിടെയും പറയുന്നത്. ആൻഡ് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി പറഞ്ഞു. വെൻ വി ആർ ഫില്ലിംഗ് ഇൻ എ ഡീജനറേറ്റ് ഓർബിറ്റൽ, the filling will take place when each orbital was given 1 electron. അതായത് ഡീജനറേറ്റ് ഓർബിറ്റിൽ ഫില്ല് ചെയ്യുമ്പം ഇപ്പോൾ പിയിൽ നമുക്ക് 3 ഇലക്ട്രോൺ ആണ് ഫില്ല് ചെയ്യാനുള്ളതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയടിക്ക് ഇവിടെ എങ്ങനെ ഫില്ല് ചെയ്യുമോ? ഇല്ല. We have to equally distribute the electron in each orbital, then only the pairing will start. ഇതായിരുന്നു 3 റൂൾ. ആ 3 റൂളും ഫോളോ ചെയ്തിട്ടായിരിക്കണം നമുക്കിപ്പോൾ ആറ്റോമിക് ഓർബിറ്റിൽ നമ്മൾ ഫില്ല് ചെയ്തില്ല, അതേപോലെ മോളിക്യൂൾസിൻ്റെ ഓർബിറ്റിലും ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ റൂൾസ് ഒക്കെ ഒന്ന് ആലോചിക്കണം. പിന്നെ ഒന്ന് നല്ലോണം ശ്രദ്ധിച്ച് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? മോളിക്കുലർ ഓർബിറ്റൽ തിയറി വിച്ച് വാസ് പ്രപ്പോസ്ഡ് ബൈ F1 and R.S. Millikan. What this theory is based on, this theory was able to explain the electronic distribution in a molecule. മോളിക്യൂളിലെ ഇലക്ട്രോണിക് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു തിയറിയാണ് മോളിക്കുലർ. കുറേ കാര്യങ്ങളുണ്ട്. ഏറ്റവും സിമ്പിളായിട്ട് മോളിക്കുലർ ഓർബിറ്റൽ തിയറി. ഇതിൻ്റെ മെയിൻ പോസ്റ്റ്ലേറ്റ്സ് എന്താ? ചിന്തിക്കുക, മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ടാണ്. സോ ആറ്റോമിക് ഓർബിറ്റൽസ് ഓഫ് കമ്പാരബിൾ എനർജി ആൻഡ് പ്രോപ്പർ സിമെട്രി കമ്പൈൻ ടു ഫോം മോളിക്കുലർ ഓർബിറ്റൽ. Electrons in a molecule is present in various molecular orbital. Atomic orbitals are monocentric while molecular orbitals are polycentric. The number of molecular orbitals formed will be equal to number of atomic orbitals that have combined. If two അത് പോസ്റ്റ്ലേറ്റിൽ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതിയെന്നേ. The 2 types of molecular orbitals are bonding molecular orbital and anti-bonding molecular orbital. Then bonding molecular orbital have lesser energy than that of anti-bonding molecular orbital. Molecular orbitals are filled accordance with the 3 main rules, that is Pauli's exclusion principle, Hund's rule and ഓഫ് ബോ പ്രിൻസിപ്പിൾ. ഇങ്ങനെ 3 റൂൾസിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ മോളിക്കുലർ ഓർബിറ്റൽസിനെ ഫിൽ ചെയ്യുന്നത്. ഇത്രയും കാര്യം മനസ്സിലായോ? ഇനി നമ്മൾ എങ്ങനെയാണ് പറയുന്നത്, ഹൗ ബോണ്ടിങ് ആൻഡ് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ വലിയ ഡെപ്തിലൊന്നും പോകുന്നില്ല. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങൾ ഏറ്റവും ഷോർട്ടാക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ.
നമ്മുടെ സെക്കൻഡ് ലെസൺ എടുത്ത് ക്വാണ്ടം മെക്കാനിക്സ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ പ്രോബബിലിറ്റി അത് ഓർബിറ്റൽസിനൊക്കെ ഒരു ഇലക്ട്രോൺ വേവ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്ന ഒരു വേവ് ഇക്വേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ അത് സോൾവ് ചെയ്താൽ നമുക്ക് സൈയെ കിട്ടും. അതൊന്നും പോണ്ട, നമ്മൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ആ ക്വാണ്ടം മെക്കാനിക്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇറ്റ് വാസ് ടോൾഡ് ദാറ്റ് ആൻ ഓർബിറ്റൽ ഓർ ആൻ നമ്മൾ ഈ കാണുന്ന ഒരു ഓർബിറ്റൽസിനെ നമ്മൾ ഇലക്ട്രോൺ വേവ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ വി ആർ കൺസിഡറിങ് ദം ആസ് ആൻ ഇലക്ട്രോൺ വേവ്. ഇതൊക്കെ വലിയ ഡെപ്തിൽ MSc ലെവലൊക്കെ പഠിക്കാനുള്ളത്, നിങ്ങൾ അത്രയൊന്നും ചിന്തിക്കേണ്ട. നമ്മൾ ഈ ഇലക്ട്രോൺസ്, നമ്മൾ ഈ ഓർബിറ്റൽസിനൊക്കെ ഒരു ഇലക്ട്രോണിൻ്റെ വേവ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ദി വിൽ ബി ഹാവിങ് ആൻ ആംപ്ലിറ്റ്യൂഡ്. അപ്പം രണ്ട് ആറ്റംസ്, എ എന്ന പറഞ്ഞ ആറ്റവും ബി എന്ന പറഞ്ഞ ആറ്റം, രണ്ടാൾക്കും എന്തുണ്ടാവും? അവരെ ഓർബിറ്റൽസിൻ്റെ ഫോം നമ്മൾ എന്താ കൺസിഡറിങ് ദം ആസ് എൻ ഇലക്ട്രോൺ വേവ്. അപ്പോൾ അവർക്ക് എന്തുണ്ടാവും? നമ്മൾ രണ്ട് വേവ് വരച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഫിസിക്സിൽ പഠിക്കുന്നതാണ്, വേവും ക്രസ്റ്റും ട്രഫൊക്കെ. അപ്പോൾ രണ്ട് ആറ്റംസ് ദേ ആർ ഗോയിങ് ടു കമ്പൈൻ ടുഗെദർ അല്ലേ. ഇതിൻ്റെ മുന്നേ പറയണം എന്താണ് ഈ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ആറ്റോമിക് ഓർബിറ്റൽ. അപ്പം നമ്മൾ ഈ ആറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തിട്ടാണ് മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ടാവുക എന്ന് പറഞ്ഞു. അപ്പം ഇത് നന്നായി എക്സ്പ്ലെയിൻ ചെയ്യാൻ വി ക്യാൻ യൂസ് ഷ്രോഡിഞ്ചറിൻ്റെ ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യാം. ബട്ട് ദ പ്രോബ്ലം ഇസ് ദാറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന മോസ്റ്റ് ഓഫ് ദ മോളിക്യൂൾസ് ഹാവിങ് മോർ ദാൻ 1 ഇലക്ട്രോൺ. അങ്ങനെയാകുമ്പോൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ വെച്ച് ഡയറക്റ്റ്ലി സോൾവ് ചെയ്യാൻ കുറച്ച് ടഫ് ആയതുകൊണ്ട് എ ന്യൂ മെത്തേഡ് ഇൻ ഓർഡർ ടു എക്സ്പ്ലെയിൻ the formation of molecular orbital was linear combination of atomic orbital. Linear combination of atomic orbital എന്ന് പറഞ്ഞൊരു അപ്രോക്സിമേറ്റ് മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ എങ്ങനെയാണ് മോളിക്കുലാർ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നത് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇതാണ് LCAO, linear combination of atomic orbital is an approximate method in order to explain the formation of molecular orbital. അപ്പോൾ എന്താണ് ഇതിൽ പറഞ്ഞു വെച്ചാൽ, രണ്ട് ആറ്റങ്ങൾ കമ്പൈൻ ചെയ്യുമ്പം ദിയർ ഇലക്ട്രോൺ വേവ് ക്യാൻ ബി ഇൻ ഫേസ് ആവാം അല്ലെങ്കിൽ ഔട്ട് ഫേസ് ആവാം. ഇൻ ഫേസ് ഔട്ട് ഫേസ് എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്റ്റീവ് ഇൻറ്റർഫറൻസ് ഓർ ഡിസ്ട്രക്റ്റീവ് ഇൻറ്റർഫറൻസ്. എങ്ങനെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് രണ്ട് ആറ്റങ്ങളുടെ ഇലക്ട്രോൺ വേവ്സ് കമ്പൈൻ ചെയ്യുമ്പോൾ ഒന്ന് കൺസ്ട്രക്റ്റീവ് വേവിൽ അവർക്ക് ഇൻറ്റർഫിയർ ചെയ്യാം. എങ്ങനെ? ക്രസ്റ്റ് ഓഫ് എ, ക്രസ്റ്റ് ഓഫ് ബി, ട്രഫ് ഓഫ് എ, ട്രഫ് ഓഫ് ബി. ക്രസ്റ്റും ട്രഫൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ, ക്രസ്റ്റ് ട്രഫ്. അപ്പോൾ ഇതിങ്ങനെ കൺസ്ട്രക്റ്റീവ് വേയിൽ അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അവർക്ക് അവർക്ക് രണ്ടേക്കും കമ്പൈൻ ചെയ്യാം. അങ്ങനെ കൺസ്ട്രക്റ്റീവ് വേയിൽ അല്ലെങ്കിൽ ഇൻ ഫേസിൽ വെൻ ദീസ് ടു വേവ്സ് ആർ ഇൻ ഫേസ് then their amplitude add up and they form a new orbital, and that new molecular orbital is known as bonding molecular orbital. So how a bonding molecular orbital is formed? When two electron waves are in phase, then their amplitude adds up and we are getting a new orbital which is known as bonding molecular orbital. അപ്പോൾ ആൻറ്റി ബോണ്ടിങ് എങ്ങനെയാണ് ഫോം ചെയ്യുക? ഇപ്പം ഞാൻ പറഞ്ഞു ക്രസ്റ്റും ട്രഫും രണ്ടാളുടെ AB എന്ന് പറഞ്ഞ് സെയിം ആളെ തന്നെ അതിങ്ങനെയും ആവാം. ഐദർ ഇറ്റ് ക്യാൻ ബി ക്രസ്റ്റ് ട്രഫിൻ്റെ മുകളിലും ട്രഫ് ക്രസ്റ്റിൻ്റെ മുകളിലും വന്ന് നിൽക്കുകയാണെങ്കിൽ അവരെ കോമ്പിനേഷൻ എങ്ങനെയാണ്? ഔട്ട് ഫേസിലല്ലേ, ദാറ്റ് ഈസ് ഇൻ എ ഡിസ്ട്രക്റ്റീവ് ഇൻറ്റർഫറൻസ് and the molecular orbital so formed is known as anti-bonding molecular orbital. അപ്പോൾ എന്താണ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് ആറ്റോമിക് ഓർബിറ്റലിൻ്റെ മെത്തേഡിൽ നമുക്ക് പറയുന്നത് വെച്ചാൽ, when two electron waves or two orbitals combine in phase, then their amplitudes adds up and we are getting a new orbital, and that orbital is known as bonding molecular orbital. And when two electron waves or two orbitals combine in a destructive way or in out phase, then their amplitude subtract and we are getting a new orbital, molecular orbital known as anti-bonding molecular orbital. മനസ്സിലായല്ലോ? ചോദിക്കാം. What is meant by bonding and what is meant by anti-bonding and how it is formed? ഇത് പഠിച്ചിരിക്കണം. ക്ലിയർ ആണല്ലോ? ഇങ്ങനെയാണ് ഒരു മോളിക്കുലാർ ഓർബിറ്റൽസ് ഫോം ചെയ്ത. മോളിക്കുലാർ ഓർബിറ്റൽ ഇസ് ഫോംഡ് ബൈ ദ എഡിറ്റീവ് എഫക്ട് of the electron wave, then that molecular orbital is called as bonding molecular orbital. When a molecular orbital is formed by the subtractive effect of their electron wave, then that molecular orbital is known as anti-molecular orbital. And the probability of finding the electron will be more in bonding molecular orbital. The probability of finding the electron is less in anti-bonding molecular orbital. Probability ഏറ്റവും കൂടുതൽ ഉണ്ടാവുക bonding molecular orbitalum and probability less ഉണ്ടാവുക anti-bonding molecular orbital. ഇനി നമ്മുടെ ആറ്റോമിക് ഓർബിറ്റൽസിനെ എങ്ങനെയൊക്കെയാണ് റെപ്രസെൻറ്റ് ചെയ്തത്? S, P, D, F
ആണോ? അങ്ങനെയാണെങ്കിൽ ബോണ്ടിങ്ങിനും ആൻറ്റി ബോണ്ടിങ്ങിനും ഡിഫറെൻറ്റ് റെപ്രസെൻറ്റേഷൻ ആണ്. ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് ആർ റെപ്രസെൻറ്റഡ് ബൈ സിഗ്മ, പൈ, ഡെൽറ്റ, ആൻഡ് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് ആർ റെപ്രസെൻറ്റഡ് ബൈ സിഗ്മ സ്റ്റാർ, പൈ സ്റ്റാർ ആൻഡ് ഡെൽറ്റ സ്റ്റാർ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? എന്താണ് ബോണ്ടിങ്, എന്താണ് ആൻറ്റി ബോണ്ടിങ്. പിന്നെ probability of finding electron is more in bonding molecular orbital, less in anti-bonding molecular orbital. Bonding molecular orbitals are represented by sigma, pi, delta, and anti-bonding molecules are represented by sigma star. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പോയിന്റ്, ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ is having less energy than anti-bonding molecular orbital. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മോളിക്കുലർ ഓർബിറ്റിൽ ഫോം ചെയ്തില്ല, നമ്മൾ 2 ആറ്റത്തിനെ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഒരു ആറ്റം 2 ആറ്റങ്ങളോട് കമ്പൈൻ ചെയ്തിട്ട് ഒരു മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ട്. അപ്പോൾ ഇനി ശ്രദ്ധിക്കാം, നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ദ പ്രോബബിലിറ്റി ഓർ ദ ഇലക്ട്രോൺ ഡെൻസിറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിലാണ് പറയുന്നത്. ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ എങ്ങനെയുണ്ടാകുന്നത്? 2 ആറ്റം കമ്പൈൻ ചെയ്തിട്ട് ഒരു ഓർബിറ്റൽ ഉണ്ടായിട്ടുണ്ട്. അവിടെ എന്തുണ്ടാവും? 2 ന്യൂക്ലിയസ് ഉണ്ടാവും. The electron density in bonding molecular orbital will be maximum in the space between the 2 nuclei of the bonded atom. അതായത് 2 ന്യൂക്ലിയസ് ഇവിടെ ഉണ്ടായിരിക്കും, അവരെ നടുവിൽ കുറച്ച് സ്പേസ് ഉണ്ടാവുമല്ലോ. The probability of finding the electron will be maximum in the space between the 2 nuclei of the 2 bonded atom. ഈ 2 ബോണ്ടഡ് ആറ്റത്തിൻ്റെയും ന്യൂക്ലിയസിൻ്റെ നടുവിലുള്ള ഒരു സ്പേസ് ഇല്ലേ, അവിടെയായിരിക്കും ഇലക്ട്രോൺസിന് കൂടുതലും പ്രോബബിലിറ്റി കാണാൻ സാധ്യതയുള്ളത്. സോ വാട്ട് ഹാപ്പൻ? ദിസ് ഇലക്ട്രോൺ വിൽ ഷീൽഡ് ദ 2 ന്യൂക്ലിയസ്. അവരൊരു പ്രൊട്ടക്ഷൻ മാതിരി രണ്ടാളും നിൽക്കും. സോ ദ റിപ്പൾഷൻ ബിറ്റ്വീൻ ദ ന്യൂക്ലിയസ് വിൽ ബി ലെസ്. 2 ന്യൂക്ലിയസും പോസിറ്റീവ് ചാർജ് ആണ്. അപ്പോൾ ഇവരെ നടുവിൽ കുറേ ഇലക്ട്രോൺസ് ഉണ്ടാവാൻ സാധ്യത ഉള്ളത് കൊണ്ട് അവർ തമ്മിൽ റിപ്പൾഷൻ കുറയും. റിപ്പൾഷൻ കുറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? എനർജി കുറയും. റിപ്പൾഷൻ കൂടുമ്പോൾ എന്താവും? എനർജി കൂടും, സ്റ്റെബിലിറ്റി കുറയും. റിപ്പൾഷൻ കുറയുമ്പോൾ എന്ത് പറ്റും? എനർജി കുറയും, ദേ ആർ സ്റ്റേബിൾ. But in the case of anti-bonding molecular orbital, the probability of finding electron between the space between the 2 nuclei is less. അവിടെ ഇലക്ട്രോണിനെ കാണാൻ സാധ്യതയില്ല. There is a nodal plane also. ഇലക്ട്രോണിനെ തീരെ കാണാൻ സാധ്യതയില്ലാത്തൊരു നോഡൽ പ്ലെയിനും അവർക്കുള്ളത് കൊണ്ട് ന്യൂക്ലിയസ് തമ്മിലുള്ള റിപ്പൾഷൻ കൂടും. സോ എനർജി വിൽ ബി ഇൻക്രീസ്ഡ്. എനർജി കൂടും. That is why anti-bonding molecular orbitals are having more energy than compared to the ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റിൽ ആ പോയിന്റ് കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഇനി ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഞാനിപ്പോൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞിട്ട് സെയിം തിങ് ഇസ് ദെയർ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. വൈ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ഇസ് ഹാവിംഗ് ലെസ് എനർജി ദാൻ ദാറ്റ് ഓഫ് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ? ദിസ് ഇസ് ബിക്കോസ് ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് electron in bonding molecular orbital, that is in between the 2 nucleum of 2 bonded atom, is greater. Thereby these electrons act as a shield and prevent the repulsion between the 2 nuclei, and thereby energy decreases. But in the case of anti-bonding molecular orbital, the presence of electrons in the center of 2 bonded nuclei will be less, and there is a nodal surface also. Thereby there will be more repulsion between the nuclei of 2 bonded atom, and their energy increases, and thereby stability decreases. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇത്രയും കാര്യം മനസ്സിലായോ? ക്ലിയർ ആയോ? നമ്മൾ എന്തൊക്കെ പറഞ്ഞു? പോസ്റ്റ്ലേറ്റ്സ് പറഞ്ഞു, ലീനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽ, മെത്തേഡ് ബൈ വിച്ച് ഹൗ എൻ അറ്റോമിക് ഓർബിറ്റൽ ഇസ് ഫോംഡ് എന്ന് പറഞ്ഞു. അറ്റോമിക് ഓർബിറ്റലിൻ്റെ ജനറൽ ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻസ് നമ്മൾ പറഞ്ഞു. പിന്നെ വൈ ബോണ്ടിങ് ഇസ് ഹാവിങ് ലെസ് എനർജി കമ്പയർഡ് ടു ആൻറ്റിബോഡി. ഇത്രയും കാര്യം തരുവായോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കും, വെദർ ഓൾ ദ അറ്റോമിക് ഓർബിറ്റൽസ് ക്യാൻ കമ്പൈൻ ആൻഡ് ഫോർ മോളിക്കുലർ ഓർബിറ്റൽസ്? നോ, അതിന് സർട്ടൻ കണ്ടീഷൻസ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു അറ്റോമിക് ഓർബിറ്റൽ? ഇപ്പം 1s അല്ലേ, 2s, പിന്നെ 2px, 2py, 2pz. അപ്പം നിങ്ങൾ എപ്പോഴും ഒരു കാര്യം, നിങ്ങൾ ഇനി ഹയർ സ്റ്റഡീസിലെ കെമിസ്ട്രിയൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ചിന്തിക്കുക, ഇതാണ് ഇന്റർന്യൂക്ലിയർ ആക്സിസ്. ഇന്റർന്യൂക്ലിയർ ആക്സിസിന് എലോങ് ഉള്ളത് നമ്മൾ 2pz ആയിട്ടാണ് എപ്പോഴും എടുക്കാറ്. അത് കുറേ കാര്യങ്ങൾക്ക് നമുക്ക് ഈസി ആയതുകൊണ്ട് 2pz ആണ് എലോങ് ദ ഇന്റർന്യൂക്ലിയർ ആക്സിസിനുള്ളത് എടുക്കുക. പിന്നെ ഈ 2pxും വൈയും നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഇത് 2px ആക്കി എടുക്കാം, ഇത് 2py ആക്കിയിട്ട് എടുക്കാം. ദിസ് വിൽ ബി അവർ 2pz. ഇത് എപ്പോഴും ചിന്തിക്കുക, ഇന്റർന്യൂക്ലിയർ ആക്സിസിന് എലോങ് ആയിട്ടുള്ളതിന്
നമ്മൾ 2pz ആക്കിയിട്ട് തന്നെ കൺസിഡർ ചെയ്യുക. അപ്പോൾ നമുക്കറിയാം 1s ഉണ്ട്, 2s ഉണ്ട്, 2px ഉണ്ട്, 2pz ഉണ്ട്, 2px ഉണ്ട്, 2py. അപ്പോൾ ഈ 1sനും വേറൊരാളുടെ 2pxനും കമ്പൈൻ ചെയ്യാൻ പറ്റുമോ? കാരണം നമ്മൾ പറഞ്ഞ അറ്റോമിക് ഓർബിറ്റൽ. നമ്മൾ പറഞ്ഞ അവിടെ ഒരു കാര്യമുണ്ട്, അറ്റോമിക് ഓർബിറ്റൽ വിത്ത് സെയിം സിമെട്രി. എന്തായിരിക്കണം? ഫസ്റ്റ് കണ്ടീഷൻ അറ്റോമിക് ഓർബിറ്റൽ വിത്ത് സെയിം സിമെട്രി. ഇനി വേറൊരു ആറ്റത്തിൻ്റെ കയ്യിൽ 3s ഉണ്ട്. എന്നാൽ ഈ 2sഉം 3sൻ്റെയും അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യുന്നു വിത്ത് നിയർലി സെയിം എനർജി. അപ്പം ഒരു ആറ്റത്തിൻ്റെ 2sഉം വേറൊരു ആറ്റത്തിൻ്റെ 3sഉം കമ്പൈൻ ചെയ്യില്ല. ഓൾമോസ്റ്റ് നിയർലി സെയിം എനർജി ആയിരിക്കണം, സെയിം സിമെട്രി ആയിരിക്കണം. ഇനി ഇതാ 2pz ഉണ്ട് ഒരാളെ കയ്യിൽ 2px ഉണ്ട് വെച്ച് ഇങ്ങനെ ഇല്ല. മാക്സിമം എക്സ്റ്റെൻഡ് ഓഫ് ഓവർലാപ്പിംഗ് ഉണ്ടായിരിക്കണം. മാക്സിമം എക്സ്റ്റെൻഡ് ഓഫ് ഓവർലാപ്പിംഗ് ഉണ്ടായിരിക്കണം. അതായത് ഓവർലാപ്പിംഗ് മാക്സിമം എക്സ്റ്റെൻഡ് ചെയ്തെന്നുള്ള രീതിയിൽ, അതായത് 3 കണ്ടീഷൻസ് മെയിൻലി ഫോളോ ചെയ്യണം. അറ്റോമിക് ഓർബിറ്റൽസ് മോളിക്കുലർ ഓർബിറ്റൽസ് ആയിട്ട് കമ്പൈൻ ചെയ്യണം. ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം, വെൻ വി ആർ ഫോമിംഗ് എ മോളിക്കുലർ ഓർബിറ്റൽ വെദർ 2s and 3s ക്യാൻ കമ്പൈൻ ടുഗെദർ, ഗിവ് റീസൺ. അപ്പോൾ ഞങ്ങൾ എന്ത് പറയണം? 2s and 3s cannot be combined together to form a new molecular orbital because their energies are different. ഇതന്നെ ചോദിക്കാം, whether 2s and 2p can, one atom is having a 2s orbital and the other atom is having a 3p orbital, whether they can combine together to form a molecular orbital? No, because both of their symmetries are different. അപ്പോൾ എന്തൊക്കെയാണ്? ഓൾമോസ്റ്റ് സിമെട്രി ആയിരിക്കണം, ഓൾമോസ്റ്റ് സെയിം എനർജി ആയിരിക്കണം, ആൻഡ് ദി എക്സ്റ്റെൻഡ് ഓഫ് ഓവർലാപ്പിംഗ് ഷുഡ് ബി മാക്സിമം. അപ്പം ഇതൊക്കെയാണ് ഒരു അറ്റോമിക് ഓർബിറ്റൽസ് മോളിക്കുലർ ഓർബിറ്റലായിട്ട് കമ്പൈൻ ചെയ്യുമ്പോഴുള്ള കണ്ടീഷൻസ്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു ബോണ്ടിങ് ഉണ്ട്, ആൻറ്റി ബോണ്ടിങ് ഉണ്ട്. ബോണ്ടിങ് ഇസ് റെപ്രസെൻറ്റഡ് ബൈ സിഗ്മ, പൈ, ഡെൽറ്റ, ആൻഡ് ആൻറ്റി ബോണ്ടിങ് ഇസ് റെപ്രസെൻറ്റഡ് ബൈ സിഗ്മ സ്റ്റാർ, പൈ സ്റ്റാർ, ഡെൽറ്റ സ്റ്റാർ. ഇനി എങ്ങനെയാണ് ഉണ്ടാകുന്നത് നോക്കാം. 1s ഓർബിറ്റലും കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് 2 ഓർബിറ്റൽസ് കിട്ടുന്നുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, ഇവരുടെ ഓവർലാപ്പിങ് ഇങ്ങനെയായിരിക്കും അല്ലേ? ഇതൊക്കെ നമ്മുടെ ഒരു അസംഷൻ, ഇങ്ങനെയൊന്നും അല്ല, അവർ 3 ഡയമെൻഷണൽ ഇതിലാണ്. അപ്പം ദ വിൽ ബി ഫോമിങ് 2 ഓർബിറ്റൽ. ദേ ആർ കോൾഡ് എസ് സിഗ്മ 1s ആൻഡ് സിഗ്മ സ്റ്റാർ 1s. അതായത് 1sന് 2 ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നുണ്ട്, സിഗ്മ 1s ആൻഡ് സിഗ്മ സ്റ്റാർ 1s. 2sനും ഇതേപോലെ തന്നെയാണ് ഫോം ചെയ്യുന്നത്, സിഗ്മ. ഏതൊക്കെയാണ്? സിഗ്മ 2s ആൻഡ് sigma star. When 2 atomic orbitals combine, we are getting 2 molecular orbital. One is bonding and one is anti-bonding. Bonding will be having low energy, anti-bonding will be having high energy. 2 2s കമ്പൈൻ ചെയ്തപ്പം നമുക്ക് 2 മോളിക്കുലർ ഓർബിറ്റൽ ഏതൊക്കെയാണ്? സിഗ്മ 2s, സിഗ്മ 2s ആൻഡ് സിഗ്മ സ്റ്റാർ 2s. ഓക്കെ, ഇനി 2p ആണ് കമ്പൈൻ ചെയ്യുന്നത്. ആദ്യം നമ്മുടെ 2pz. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് കോമ്പിനേഷൻ ഉണ്ടാവുക നിങ്ങൾക്കറിയാലോ. സോ ഇറ്റ് വിൽ ബി ഫോമിങ് 2 സിഗ്മ 2pz ആൻഡ് സിഗ്മ സ്റ്റാർ 2pz. മനസ്സിലായല്ലോ? ഇനി കമ്പൈൻ ചെയ്യാൻ പോകുന്നത് 2px ആണ്. ഇതെങ്ങനെയാണ് കമ്പൈൻ ചെയ്യുക? ഇങ്ങനെ. സോ വി ആർ ഗെറ്റിംഗ് 2 മോളിക്കുലർ ഓർബിറ്റൽ pi 2px ആൻഡ് പൈ സ്റ്റാർ 2px. മനസ്സിലാവേണ്ടല്ലോ, അതിനാണ് ഞാനിത് കാണിക്കുന്നത്. z ആകുമ്പോൾ നമുക്ക് സിഗ്മ 2pzഉം സിഗ്മ സ്റ്റാർ 2pzഉം 2 2px ആണെങ്കിൽ നമുക്കറിയാം ഇതിങ്ങനെ പെർപെൻഡിക്കുലർ ആണ്. സോ വി ആർ ഗെറ്റിംഗ് പൈ 2px ആൻഡ് പൈ സ്റ്റാർ 2px. ഇനി 2 y ആണ് ഫോം ചെയ്യുന്നതെങ്കിലും നമുക്കറിയാം ലാറ്ററൽ ഓവർലാപ്പിംഗ്. സോ വി ആർ ഗെറ്റിംഗ് pi star 2py and pi 2py. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആണല്ലോ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് pi 2px and pi 2py are having almost same energy, same like pi star 2px and pi star 2py is having same energy. That means they are degenerate. നമ്മൾ നേരത്തെ px py അറ്റോമിക് ഓർബിറ്റിൽ പറഞ്ഞ സമയത്ത് ഇവർക്ക് 3 സെയിം എനർജി ആയിരുന്നു. പക്ഷെ ഇവിടെ ഞാൻ പറയുന്നത് പൈ 2pxനും 2pyനും സെയിം എനർജിയാണ്. പൈ 2pzനും അതേപോലെ തന്നെയാണ് നമ്മുടെ പൈ സ്റ്റാറിനും. സിഗ്മ 2pzനും
പൈ സ്റ്റാർ 2p-Z അവരുടെ പോലെ ഡീജനറേറ്റ് അല്ല. ദേ ആർ ഹാവിങ് എ ഡിഫറെൻറ്റ് എനർജി. ഇത്രയും കാര്യം മനസ്സിലായോ? അതായത് നമുക്ക് ആറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്ത മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ട്. രണ്ടാൾക്കാർ കമ്പൈൻ ചെയ്ത് രണ്ടെണ്ണം ഉണ്ടാവും. ബോണ്ടിങ് ഉണ്ട്, ആൻറ്റി ബോണ്ടിങ് ഉണ്ട്. 1s കമ്പൈൻ ചെയ്ത് സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, 2s 2s. ഇനി 3s ആണെങ്കിൽ 3s എന്താണ് സിഗ്മ 3s, സിഗ്മ സ്റ്റാർ 3s കേട്ടോ. 2s കമ്പൈൻ ചെയ്ത് സിഗ്മ 2s, സിഗ്മ സ്റ്റാറും ഉണ്ടായി. 2p-Z അത് പ്രത്യേകം ആലോചിക്കണം. 2p-Z നമ്മൾ എലോങ് ദി ഇന്റർന്യൂക്ലിയർ ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന 2px 2p-Z വേറെ 2p-Z കൂടെ കമ്പൈൻ ചെയ്ത സിഗ്മ 2p-Z ആൻഡ് സിഗ്മ സ്റ്റാർ 2p-Z കിട്ടുകയാണ്. ഇനി 2px 2px ആകുമ്പോൾ പൈ 2px ആൻഡ് പൈ സ്റ്റാർ 2px y ആകുമ്പോൾ പൈ 2py ആൻഡ് പൈ സ്റ്റാർ 2py. നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള ബോണ്ടിങ്ങും ആൻറ്റി ബോണ്ടിങ്ങും ഓർബിറ്റൽസ്. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ ആറ്റോമിക് ഓർബിറ്റൽസ് പഠിച്ച സമയത്തെ നിങ്ങൾക്ക് നല്ലോണം കൃത്യമായിട്ട് ഓഫ് ബോ പ്രിൻസിപ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് ഇലക്ട്രോണിൻ്റെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈസി ആയിട്ട് എഴുതും. എങ്ങനെയായിരുന്നു ഓർഡർ? 1s 2s 2p 3s 3p 3d എഴുതുമോ? ഇല്ല. 4s 3d ഇങ്ങനെയല്ലായിരുന്നു നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? നമ്മൾ ആ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളിൽ നമുക്കറിയാം ലെസ് എനർജി ഇതായിരുന്നു എനർജീൻ്റെ ഓർഡർ അല്ലേ? അതായത് 1s ആദ്യം ലെസ്, പിന്നെ 2s ഇതായിരുന്നു ഓർഡർ. അതേപോലെ ഇനി ഇലക്ട്രോൺസിനെ നമ്മൾ മോളിക്യൂൾസിൽ ഫില്ല് ചെയ്യുമ്പം ഇലക്ട്രോണിനെ നമ്മൾ മോളിക്കുലർ ഓർബിറ്റലിൽ ഫിൽ ചെയ്യുമ്പോൾ നമുക്കറിയാം സിഗ്മ 1s ഉണ്ട്, സിഗ്മ സ്റ്റാർ 1s ഉണ്ട്, സിഗ്മ 2s ഉണ്ട്, സിഗ്മ സ്റ്റാർ 2s ഉണ്ട്. പിന്നെ ആരാളുള്ളത്? പൈ 2px ഉണ്ട്, പൈ 2py ഉണ്ട്, ദെൻ സിഗ്മ 2pz ഉണ്ട്, ദെൻ പൈ സ്റ്റാർ 2px ഉണ്ട്, പൈ സ്റ്റാർ 2py ഉണ്ട്, സിഗ്മ സ്റ്റാർ 2pz ഉണ്ട്. ഇതൊക്കെ നമുക്ക് അറിയുന്ന ആൾക്കാരായിരിക്കും. 1s ഇതൊക്കെ ഉള്ളതാണ്. പൈ 2px, പൈ 2py, സിഗ്മ 2pz. ഇനി ഇവർക്ക് എന്തെങ്കിലും എനർജീൻ്റെ ഓർഡർ ഉണ്ടോ? യെസ്, ദേ ആർ ഹാവിങ് ആൻ ഓർഡർ വെൻ വി ആർ റൈറ്റിംഗ് ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അത് പഠിച്ചിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ്, സിമ്പിളാണ് കേട്ടോ. അപ്പം ഇത് നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം ഓഫ് ബോ ഇതേപോലെ തന്നെയാണ് ഇതിൻ്റെ ഓർഡർ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇത് കാണുമ്പോൾ ആയിരിക്കും അയ്യോ എന്തൊക്കെയോ ഉണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ ഇതേപോലെ തന്നെ പേടിക്കാനൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഏറ്റവും സിമ്പിളാക്കി പറഞ്ഞുതരാം. അപ്പോൾ നമുക്കറിയാം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ആറ്റോമിക് ഓർബിറ്റിൽ ഫില്ല് ചെയ്യുക 1s 2s 2p 3s 3p 4s 3d അങ്ങനെയായിരുന്നു അല്ലേ? ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു ഇവിടെ മോളിക്യൂളിൻ്റെ ഓർബിറ്റൽസ് ഏതൊക്കെയാണ്? സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s, ദെൻ പൈ 2px, പൈ 2py, സിഗ്മ 2pz. അത് അവരുടെ ആ ഓർബിറ്റലിൻ്റെ കോമ്പിനേഷൻസ് വഴിയായിരുന്നു അല്ലേ? അപ്പോൾ അവരുടെ എനർജിയിൽ എങ്ങനെയാണ് ഓർഡർ എന്ന് വെച്ചാൽ ആദ്യം സിഗ്മ 1sനാണ് ഏറ്റവും ലെസ് എനർജി, ദെൻ സിഗ്മ സ്റ്റാർ 1s, ദെൻ സിഗ്മ 2s, ദെൻ സിഗ്മ സ്റ്റാർ 2x, ദെൻ പൈ 2px, പൈ 2py, ദെൻ സിഗ്മ 2pz. എക്സ് വൈ സെഡ് എന്ന് ആലോചിച്ചത് എക്സും വൈയും പൈ ആണ്, സെഡ് സിഗ്മയാണ്. ദെൻ പൈ സ്റ്റാർ 2px, പൈ സ്റ്റാർ 2py, സിഗ്മ സ്റ്റാർ 2pz. ഏറ്റവും എനർജി കൂടുതലുള്ള ഓർബിറ്റൽ ഏതാ? സിഗ്മ സ്റ്റാർ 2pz അല്ലേ? വി നോ ദാറ്റ് എനർജി നോക്കുമ്പോൾ സിഗ്മ 2pzനാണ് പൈ 2pxനെക്കാട്ടും പൈ 2pyനെക്കാട്ടും എനർജി കൂടുതൽ. ഇതൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ദിസ് എനർജി ഓർഡർ ഈസ് ആപ്ലിക്കബിൾ ഫോർ ഓൾമോസ്റ്റ് ഓൾ ദ മോളിക്യൂൾ എക്സെപ്റ്റ് നമ്മൾ നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിച്ച സമയത്ത് ക്രോമിയം കോപ്പറൊക്കെ എക്സെപ്ഷണൽ കോൺഫിഗറേഷൻ കാണിച്ചു. അതേപോലെ തന്നെ ഇവിടെ ഈ എനർജി ഓർഡറിൽ വേരിയേഷൻ കാണിക്കുക എവിടെ വരുമ്പോഴറിയോ? O2 F2 പോലെയുള്ള മോളിക്യൂൾസിൽ വരുമ്പോൾ ഈ ഓർഡറിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. ചെറിയ വ്യത്യാസം കാണുമ്പോൾ അയ്യോ ഇനി വീണ്ടും പഠിക്കണ്ട അങ്ങനെ ചിന്തിക്കേണ്ട. ആകെ വ്യത്യാസം വരുന്നത് എവിടെയാ അറിയോ? നമ്മുടെ ഈ ആൾക്കാരുണ്ടല്ലോ, ഈ ആൾക്കാരിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. ഇത് മാത്രം നിങ്ങൾ നോക്കിക്കേ. ആദ്യം പൈ 2px, പൈ 2py, സിഗ്മ 2pz വന്നത് ഇവിടെ നേരെ തിരിച്ചു വരും. സിഗ്മ 2pz, പൈ 2px, പൈ 2py. കണ്ടോ? ഈ സിഗ്മ ആദ്യം വന്നിട്ട് പൈ 2px, പൈ 2py വരും. ശരിക്കും നമ്മൾ എല്ലാ മോളിക്യൂൾസിൻ്റെ ഓർഡർ എങ്ങനെയാണ്? 1s 1 സ്റ്റാർ, 2s 2 സ്റ്റാർ, പൈ 2px, പൈ 2py, സിഗ്മ 2pz. പിന്നെ ഇവരുടെയൊക്കെ സ്റ്റാർ പൈ സ്റ്റാർ, പൈ സ്റ്റാർ, പൈ മീൻസ് സിഗ്മ സ്റ്റാർ. പക്ഷേ ഇവിടെ ഒന്നും ചേഞ്ച് വരില്ല. ഫോർ O2 F2 പോലത്തെ മോളിക്യൂൾ ഇവിടെ ഒന്ന് ആദ്യം ഇട്ട് കൊടുത്താൽ മതി. ഏതിൻ്റെ? സിഗ്മ 2pz, പൈ 2px, പൈ 2py. പിന്നെ പൈ സ്റ്റാർ 2px, പൈ സ്റ്റാർ 2py, സിഗ്മ സ്റ്റാർ 2pz. ഈ ഒരു ഒറ്റ ഓർഡർ പഠിക്കുക.
എന്നിട്ട് നിങ്ങൾ ആൻസർ പേപ്പറിൽ മനസ്സിലാക്കിക്കുക ഈ ഓർഡർ മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ആർക്ക്? O2നും F2നും വരുന്നത്. അത് തല തിരിച്ചൊന്നും ഇങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിളാണ്. അപ്പോൾ ഒന്ന് പഠിച്ചാൽ മതി, ബാക്കിയൊക്കെ ഓർഡർ എളുപ്പമാണ്. അപ്പം ദിസ് ഈസ് ദി എനർജി ഓർഡർ ഫോർ മോളിക്കുലർ ഓർബിറ്റൽ ഫോർ ഓൾ ദ മോളിക്യൂൾ എക്സെപ്റ്റ് O2 ആൻഡ് F2 ഇസ് ഹാവിങ് ദിസ് ഓർബിറ്റൽ. ഇനി ഇവിടെ ഈക്വൽ ടു എന്തിനാ കാണിച്ചത്? ഇവർ ഡീജനറേറ്റ് ഓർബിറ്റൽ. ഇപ്പം നമുക്ക് 2 ഇലക്ട്രോൺ ഇവിടെ ഫില്ല് ചെയ്യണമെങ്കിൽ ഇവിടെ 2 കൊടുക്കരുത്, 1 കൊടുത്തിട്ട് പോകണം. ബിക്കോസ് ദേ ആർ ഡീജനറേറ്റ് ഓർബിറ്റൽ. അപ്പം നമ്മൾ കുറച്ച് മോളിക്യൂൾസിൻ്റെ മോളിക്കുലർ ഓർബിറ്റൽ വെച്ചിട്ട് എങ്ങനെ ഫില്ല് ചെയ്യും നോക്കാം. എങ്ങനെയാണ് അവരുടെ ഇലക്ട്രോണിക് ഡിസ്ട്രിബ്യൂഷൻ? വെരി ഇമ്പോർട്ടൻറ്റ്. ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹൈഡ്രജൻ മോളിക്യൂൾ. എത്ര ഇലക്ട്രോൺ ഉണ്ട് ഹൈഡ്രജൻ മോളിക്യൂൾ? നമുക്കറിയാം ഒരു ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ 1, മറ്റേ ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ 1. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ 2, അതായത് ഒരു ഇലക്ട്രോൺ. അപ്പോൾ 2 ഇലക്ട്രോൺ ഉണ്ട് അല്ലേ? ഹൈഡ്രജൻ മോളിക്യൂൾ ഇസ് ഹാവിങ് 2 ഇലക്ട്രോൺ. എവിടെയാണ് ഫില്ല് ചെയ്യുക? ഓരോ ഓർബിറ്റലിലും മാക്സിമം 2 ഇലക്ട്രോൺസ് ആണ് ഫില്ല് ചെയ്യാൻ പറ്റുക. നമ്മൾ ആദ്യം പഠിച്ചതാണ്. 1s 2, സിഗ്മ സ്റ്റാർ 1s 2, സിഗ്മ 2s 2, സിഗ്മ സ്റ്റാർ 2s, px py എല്ലാത്തിലും 2 ഇലക്ട്രോൺ ആണ്. അപ്പം ആദ്യം ഒറ്റ 2 ഇലക്ട്രോണെ ഫില്ല് ചെയ്യില്ല. ആർക്കാ ഫില്ല് ചെയ്ത് കൊടുക്കുക? സിഗ്മ 1s2 ഇതാണ്. പിന്നെയുള്ളൂ സിഗ്മ സ്റ്റാർ. പക്ഷെ സിഗ്മ സ്റ്റാറിലേക്ക് പോകേണ്ട ആവശ്യമില്ല. സോ ദ മോളിക്കുലർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ ഓഫ് ഹൈഡ്രജൻ മോളിക്യൂൾ ഇസ് സിഗ്മ 1s2. ഇനി 2-3 ചെയ്ത് നോക്കാം കേട്ടോ. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് N2 ആണ്. N2 വരുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. നൈട്രജൻ അറ്റോമിക് നമ്പർ, ഒരു നൈട്രജൻ നമുക്കറിയാം അറ്റോമിക് നമ്പർ 7 ആണ്. അപ്പോൾ 7 ഇലക്ട്രോൺ ഉണ്ടാവും ഒരു നൈട്രജനിൽ. അപ്പോൾ 2 നൈട്രജനിൽ എത്ര ഉണ്ടാവും? 14 ഇലക്ട്രോൺസ് ഉണ്ടാവും അല്ലേ? 14 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ആ 14 ഇലക്ട്രോണിനെ വേണം നമ്മൾ ഫില്ല് ചെയ്യുക. ഒരിക്കലും നൈട്രജൻ 7 ആണെന്ന് വിചാരിക്കും. നൈട്രജൻ 7 ആണ്, 2 നൈട്രജൻ ഉണ്ട്. അപ്പോൾ 7 + 7 അത്രയും ഇലക്ട്രോൺസ് ഉണ്ട്, 14 ഇലക്ട്രോൺസ് ഉണ്ട്. എങ്ങനെയാണ് ഫില്ല് ചെയ്യുക? നൈട്രജൻ ഇതേ ഓർഡറാണ്. സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2, 2 4 6 8. ഇനി നമുക്ക് ഏതാ ഉള്ളത്? പൈ 2px, പൈ 2py അല്ലേ? എന്നിട്ടാണ് നമുക്ക് ഏത് വരുന്നത്? സിഗ്മ 2pz. അതവിടെ എഴുതി വെച്ചെന്നേ ഉള്ളൂ, ആവശ്യമുണ്ടോ നോക്കാം. 2 4 6 8. ഇനി നമുക്ക് 14 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഇവിടെ 10 12 2 കൊടുക്കുക. ഇവിടെ 10 12, ബാക്കി ഇവിടെ 2 4 6 8 10 12 14. അപ്പോൾ എന്താ? സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s, പൈ 2px, പൈ 2py, ദെൻ സിഗ്മ 2pz. കഴിഞ്ഞു. ഇനി ശ്രദ്ധിച്ചോ, ഓക്സിജൻ എത്രയുണ്ട്? ഒരു ഓക്സിജനിൽ 8 ആണ് ആറ്റോമിക് നമ്പർ. സോ 8 ഇലക്ട്രോൺ. 2 ഓക്സിജനിൽ 16. ശ്രദ്ധിക്കണം, ഇതിൻ്റെ ഓർഡർ ഇതല്ല, ഇതാണ് അല്ലേ? അപ്പോൾ നമ്മൾ എഴുതും സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2. ഏതാ എഴുതേണ്ടത്? പൈ ആണോ? അല്ല. സിഗ്മ 2pz2, പൈ 2px. ഇതെന്തിനാ ഇങ്ങനെ എഴുതുന്നത്? നമുക്ക് ഒറ്റയടിക്ക് ഫില്ല് ചെയ്ത് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണേ. പിന്നെ അപ്പോൾ നോക്കാം, 2 4 6 8 10 12 14. അപ്പോൾ 2 കൊടുക്കാം. പിന്നെ ആരാളുള്ളത്? പൈ സ്റ്റാർ 2pxും പൈ സ്റ്റാർ 2pyയും. ദെൻ ആരാ വരിക? സിഗ്മ സ്റ്റാർ 2pz ആണ്. ഇതവിടെ കൊടുത്തന്നേ ഉള്ളൂ, ആവശ്യമില്ലെങ്കിൽ റബ്ബ് ചെയ്ത് കളയും. അപ്പോൾ നമുക്ക് ഇവിടെ 2 4 6 8 10 12 14 കിട്ടി. ഇനി 16 ആണുള്ളത്. പൈ 2pxലും പൈ 2pyലും ആണ് ഫില്ല് ചെയ്യേണ്ടത്. രണ്ടും ഡീജനറേറ്റ്. ദി ഓർബിറ്റൽസ് ആർ ഡീജനറേറ്റ്. സെയിം എനർജിയാണ്. ആ ഒറ്റയടിക്ക് ഇവിടെ 2 കൊടുക്കാൻ പാടുണ്ടോ? തെറ്റ്. ടീച്ചർ മാർക്ക് കുറയ്ക്കും. 1 ഇലക്ട്രോൺ ഇവിടെ, 1 ഇലക്ട്രോൺ ഇവിടെ. ഓക്കെ, 3 ഇലക്ട്രോൺ ഉണ്ടായിരുന്നെങ്കിൽ 1 ഇലക്ട്രോൺ ഇവിടെ, എന്നിട്ട് ഇവിടെ 2 കൊടുക്കണം. മനസ്സിലായോ? അങ്ങനെ ഡീജനറേറ്റ് ആണ്. അപ്പോൾ ഒരേ എനർജി ആകുമ്പോൾ നമ്മൾ ഫില്ലിങ് എങ്ങനെ ഒരാൾക്കൊന്ന് കൊടുത്തു, മറ്റേ ആൾക്കൊന്ന് കൊടുത്തു. ഇനി നോക്കൂ, 2 4 6 8 10 12 14 15 16. മനസ്സിലായോ? ദിസ് ഇസ് ദി മോളിക്കുലർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ ഓഫ് O2 N2 H2. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നാളത്തേക്ക് Li2 then Ne2 ഈ 2 ഹോംവർക്കാണേ. അപ്പോൾ ഇതൊന്ന് ചെയ്തിട്ട് വെച്ചോളൂ. നാളെ അടുത്ത ദിവസം ഞാൻ കറക്റ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം.
Li2 and Ne2. പിന്നെ ഇതിൻ്റെ കോൺഫിഗറേഷൻ ഓഫ് അയോൺസ് ഉണ്ട്. ഇനി ഈ കോൺഫിഗറേഷൻ പഠിച്ചാൽ മാത്രമേ എനിക്ക് മുന്നോട്ട്, അതായത് പാരാമാഗ്നറ്റിക് ക്യാരക്ടർ, ഇവരെ ബോണ്ട് ഓർഡർ, ഇതൊക്കെ പറയണേ നിങ്ങൾ ഈ കോൺഫിഗറേഷൻ പഠിച്ചിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ക്ലാസ് ഇവിടെ വെച്ച് നിർത്തുന്നത്. അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കും. അതോടെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ലെസൺ ഓൾമോസ്റ്റ് തീരും. അപ്പം എല്ലാവരും നന്നായി പഠിക്കുക. നിങ്ങളോട് പറയാനുള്ള നിങ്ങളൊന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ കമൻസ് ഇടൂ. നിങ്ങളെ കമൻസാണ് എൻ്റെ എനർജി. മനസ്സിലായെങ്കിൽ മനസ്സിലായില്ലെങ്കിൽ ഇല്ല എന്നങ്ങ് പറയൂ. പിന്നെ അപ്പം നമ്മൾ വേഗം തീർത്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടോപ്പിക് എടുക്കാം. എല്ലാവരും നന്നായി പഠിക്കാൻ. മനസ്സിലാത്ത കാര്യം കമൻസിലിട്ടോളൊക്കെ. താങ്ക് യു.